കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ 3.5 വർഷത്തുള്ള ശുശ്രൂഷ കാലയളവുകൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് യെരുശലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത്, അല്ലേ? യെരുശലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം നടക്കുമ്പോൾ സ്തോത്രം ഇവിടെ ഒരു വലിയ ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം യേശു കർത്താവ് നടത്തുന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം. ആ ശുദ്ധീകരണത്തിന് കാരണമായ അവസ്ഥകളെ നമുക്കറിയാം. അവിടെ അതിനകത്ത് വാണിഭശാലിയാക്കി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാക്കി തീർക്കുന്ന ഒരു മേഖല നമുക്കവിടെ കാണുവാൻ കഴിയും. ചർച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് അതൊരു ക്ലബ്ബല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്ന് ഹാപ്പിയായിട്ട് സന്തോഷിച്ച് പോകാനുള്ള ഒരു സ്ഥലമല്ല. അത് ദൈവത്തെ ആരാധിക്കാനുള്ള ഇടമാണ്, അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരിടമാണ്. ആരാധന എന്ന് പറയുന്ന സമയത്ത് കൈയടിച്ച് പാട്ടുപാടി അന്യഭാഷ പറഞ്ഞ് കുറേ ബഹളമുണ്ടാക്കി പോകുന്നതല്ലേ ആരാധന എന്ന് പറയുന്നത്. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബഹുമാനമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഈ ആലയം പ്രാർത്ഥനാലയമാണ്. ശലോമോൻ ഈ ദേവാലയം പണിയുന്ന സമയത്ത് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയുണ്ട്. നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ പാർക്കുന്ന ദേശത്തോ രാജ്യത്തോ യുദ്ധങ്ങളോ ക്ഷാമങ്ങളോ സ്തോത്രം മഹാമാരികളോ കെടുതികളോ രോഗങ്ങളോ ഒക്കെ കടന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ആലയത്തിലേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആലയത്തിലിരുന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമെങ്കിൽ നിങ്ങളുടെ പാപത്തെ ദൈവം ക്ഷമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിൽ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ അനർത്ഥത്തെ ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടവരും. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ആലയമെന്ന് പറയുന്നത്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മൾ ഏത് വിഷയത്തിനകത്തും സ്തോത്ര പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ഇടമാണ് ദൈവത്തിൻ്റെ സഭ, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. അതിനകത്തൊരു പാസ്റ്ററുടെ സപ്പോർട്ട് ഒരുപക്ഷെ വേണമെന്നില്ല, വിശ്വാസികളുടെ സപ്പോർട്ട് ഒരുപക്ഷെ വേണമെന്നില്ല. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഏത് ആലയത്തിൽ പോകുന്നു, ആ ആലയ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സ്ഥലത്ത് ആലയത്ത് പോയി നിങ്ങളുടെ വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ലഭ്യമായത് എലി പുരോഹിതൻ്റെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ശമൂവേൽ എന്ന ഒരു പ്രവാചകനെ ദൈവം ഹന്നായിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടവന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വന്ന അനേക വ്യക്തികളെ, ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഹന്ന എന്നൊരിഞ്ഞ പ്രവാചക പുതിയ നിയമത്തിനകത്ത് കർത്താവിൻ്റെ മെശിഹായുടെ വരവും കാത്ത് ജീവിതകാലം മുഴുവനും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറ്റിരുന്ന ഒരു സ്തോത്രം, ഒരു സഹോദരി, ഒരു മാതാവിനെ നമുക്ക് ലൂക്കോസ് വിശേഷത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ദൈവാലയത്തോട് ചേർന്ന് നിന്നവർ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സങ്കീർത്തനക്കാരൻ എങ്ങനെ പറയുന്നു? ആലയത്തിൽ നടുതലയായവർ അവർ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ അവർ തഴയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകും. അവർ പച്ചവെച്ചും പുഷ്ടിവെച്ചും ഫലം കായ്ക്കുന്ന തലത്തിലേക്ക് വരും. ഇത് സംഭവിക്കണമെങ്കിൽ ആലയത്തിൽ വന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും അത് നന്മയായി അനുഗ്രഹമായി മാറുവാൻ ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹീതമായി നല്ല സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളെ ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി സ്തോത്രം. സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.